ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാനിന്നിവിടെ കുടുംബവിളക്ക് സീരിയലിലെ 21 ഡിസംബർ 2020, അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാൻ്റെ സീരിയൽ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സുമിത്ര സ്വന്തം വീട്ടിൽ പോയി അമ്മയെയും അനിയനെയും നാത്തൂനെയും ഒക്കെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അമ്മയുടെ അനുഗ്രഹവും വാങ്ങിയാണ് സുമിത്ര തിരിച്ചു മടങ്ങിയത്. ശേഷം നമ്മുടെ ശ്രീനിലയത്തിൽ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സരസ്യമ്മ സിദ്ധാർത്ഥനോടായിട്ട്, മോനെ സിദ്ധു, നാളെയല്ലേ നിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം? സിദ്ധാർത്ഥ്: അതെ അമ്മേ. ശിവദാസ മേനോൻ: സിദ്ധുവിന്റെ മാത്രമല്ല, സുമിത്രയുടെ ഷോപ്പിന്റെ ഉദ്ഘാടനവും നാളെയാണ്. അനിരുദ്ധ്: രണ്ടുപേരുടെ ഉദ്ഘാടനം ഒരേ ദിവസമാവുമ്പോൾ ഇവിടെ ഉള്ളവർ ആകെ കൺഫ്യൂഷൻ ആകുന്നത്. ഏതെങ്കിലും ഒന്നും മാറ്റാൻ ചാൻസ് ഉണ്ടോ? സിദ്ധാർത്ഥ്: എൻ്റെ കമ്പനിയുടെ ഉദ്ഘാടനം ഏതായാലും നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും, അതിനൊരു മാറ്റവുമില്ല. സുമിത്രയും പറയുന്നു, എൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനവും നിശ്ചയിച്ച സമയത്തിന് തന്നെ നടക്കും, അതിനും മാറ്റമില്ല. സരസ്യമ്മ: രണ്ട് ഉദ്ഘാടനം ഒരേ സമയത്ത് നടത്തിയാൽ ഇവിടെ ഉള്ളവർ എന്ത് ചെയ്യും? ശിവദാസ മേനോൻ: ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഉദ്ഘാടനത്തിന് പോകാം. ഞാൻ ഏതായാലും സുമിത്രയുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനേ പോകൂ. സുമിത്രയല്ലേ ആദ്യം വിളിച്ചത്. സരസ്വതിയമ്മയും അനിരുദ്ധും സിദ്ധാർത്ഥിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പോകുമെന്ന് പറയുമ്പോൾ അനന്യയും പ്രതീഷും സുമിത്രയുടെ ഷോപ്പ് ഉദ്ഘാടനത്തിന് പോകാൻ തയ്യാറാകുന്നു. ഇതേസമയം ശീതൾ സുമിത്രയുടെ ആയിട്ട്, ഞാൻ അച്ഛൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പോയിട്ട് അത് കഴിഞ്ഞ് അമ്മയുടെ ഷോപ്പിൽ വരാം. സുമിത്ര: ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം, ആരും ആരെയും നിർബന്ധിക്കില്ല. ഇതേസമയം സിദ്ധാർത്ഥ് സുമിത്രയുടെ ആയിട്ട്, ഈ വീട്ടിലുള്ളവരെ രണ്ട് ചേരിയിലായപ്പോൾ തൃപ്തിയായോ നിനക്ക്? സുമിത്ര: ഞാനാണോ രണ്ട് ചേരിയിലാക്കിയത്? സിദ്ധാർത്ഥ്: അതെ, നിനക്ക് നിന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം മാറ്റിവെച്ചൂടായിരുന്നോ? സുമിത്ര: ഞാനല്ലേ ആദ്യം ഷോപ്പ് ഉദ്ഘാടനം നടത്താൻ തീയതി നിശ്ചയിച്ചത്. അതേ തീയതി തന്നെ നിങ്ങൾ എടുക്കാൻ കാരണം എന്താ? നിങ്ങളുടെ ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് നിങ്ങൾക്ക് മറ്റൊരു ദിവസം എടുത്തുകൂടായിരുന്നോ? നിങ്ങൾ ചെയ്യാത്ത കാര്യം മറ്റൊരാൾ ചെയ്യണമെന്ന് അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ? സിദ്ധാർത്ഥ്: ഞാൻ ഇപ്പോഴും പറയുന്നു, നിന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം സിനിമാ താരം വരില്ല. നീ വെറുതെ നാണം കെടുകയേ ഉള്ളൂ, ചുമ്മാതെ വെറുതെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട്. സുമിത്ര: നിങ്ങളുടെ ഓഫീസിന്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ സത്യമായിരിക്കും, പക്ഷെ എൻ്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം സിനിമാ താരം തന്നെ ചെയ്തിരിക്കും. ശേഷം കാണിക്കുന്നത് ശ്രീകുമാറിന്റെ വീടാണ്. ശരണ്യ റെഡി ആയിട്ട് വന്ന് ശ്രീകുമാറിനോടായിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശ്രീകുമാർ ശരണ്യയോടായിട്ട്, ഞാൻ റെഡിയായി നിൽക്കുക, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം ശരണ്യ. ശരണ്യ: ഞാൻ സിദ്ധുവേട്ടൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പോകുക. സിദ്ധുവേട്ടനും വേദികയെ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ശ്രീകുമാർ: അതിനു മുന്നേ സുമിത്രയിടത്തിൽ നിന്നെ ഇവിടെ വന്ന് ക്ഷണിച്ചതല്ലേ? ഓ, സുമിത്രയിടത്തിയുടെ കട അജു വർഗീസ് ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാവുമല്ലേ? അസൂയ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണെങ്കിൽ നീ സിദ്ധുവേട്ടൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് തന്നെ പോയിക്കോ. ശരണ്യ: അതിന് സുമിത്രയിടത്തിയുടെ കട സിനിമാ താരം ഉദ്ഘാടനം ചെയ്താലല്ലേ? എനിക്ക് അവിടെ വന്ന് നാണം കെടാൻ വയ്യാഞ്ഞിട്ടാ. സിദ്ധുവേട്ടൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതേ സിനിമാ താരം തന്നെയാ, വ്യക്തമായി അറിഞ്ഞിട്ടാ ഞാനീ പറയുന്നത്. ഇത് കേട്ട് ശ്രീകുമാർ ആകെ ഷോക്ക്ഡാകുന്നു. ഇതേസമയം സുമിത്രയുടെ ഷോപ്പ് ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. അനന്യ, അച്ചച്ചൻ, പ്രതീഷ്, മല്ലിക എല്ലാവരും തിരക്കിലാണ്. ശ്രീകുമാർ ഇത്ര നേരമായിട്ട് എത്താത്തതിനെ തുടർന്ന് പ്രതീഷ് ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ കിട്ടുന്നില്ല. അതിഥികൾ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങി. ദീപുവും ഭാര്യയും എത്തിയപ്പോൾ സുമിത്രയ്ക്ക് സന്തോഷമേറിയെങ്കിലും സാവിത്രി അമ്മ സുഖമില്ലാത്തതിനെ തുടർന്ന് വന്നിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ആ സന്തോഷം തെല്ല് കുറഞ്ഞു. ശ്രീകുമാറും ഷോപ്പിൽ എത്തിച്ചേരുന്നു. ശ്രീകുമാറിനെ കണ്ട് പ്രതീഷ് ശ്രീകുമാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ശ്രീകുമാറിന്റെ മുഖത്ത് പഴയ സന്തോഷം കാണാത്തതിനെ തുടർന്ന് എല്ലാവരും കാര്യം അന്വേഷിക്കുന്നു. അജു സാറ് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് എത്തുന്നത് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് സുമിത്ര ഉൾപ്പെടെ എല്ലാവരിലും വിഷമം ഉണ്ടാക്കുന്നു. എന്നിരുന്നാലും ഷോപ്പ് ഉദ്ഘാടനത്തിന് അജു വർഗീസ് വരുമെന്ന് തന്നെ സുമിത്ര ഉറച്ചു വിശ്വസിക്കുന്നു. ഇതേസമയം സിദ്ധാർത്ഥിന്റെ ഓഫീസിലും ഗംഭീര ഒരുക്കങ്ങൾ തന്നെയായിരുന്നു. വേദികയും സരസ്വതിയമ്മയും അനിരുദ്ധും ശരണ്യയും ശീതളും ഒന്നിച്ചിരുന്ന് സുമിത്രയുടെ ഷോപ്പ് ഉദ്ഘാടനം മുടങ്ങുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു. അതിൽ ശീതളിന് മാത്രമായിരുന്നു അമ്മയുടെ ഉദ്ഘാടനം മുടങ്ങുന്നതിൽ തെല്ലെങ്കിലും വിഷമമുണ്ടായത്. സരസ്വതിയമ്മയും വേദികയും സുമിത്രയുടെ പതനം ഓർത്ത് സന്തോഷിക്കുകയായിരുന്നു. ഇതേസമയം അനന്യ അനിരുദ്ധന്റെ ഫോണിൽ വിളിച്ച് ഓഫീസ് ഉദ്ഘാടനത്തെക്കുറിച്ച് ചോദിക്കുന്നു. കൃത്യം 11 മണിക്ക് തന്നെ താരം എത്തുമെന്നും അമ്മയുടെ ഷോപ്പ് ഉദ്ഘാടനം താരം ചെയ്യില്ല എന്നും അനിരുദ്ധ് പറയുമ്പോൾ സുമിത്ര ആന്റിയുടെ ഷോപ്പ് താരം തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്ന് അനന്യയും തറപ്പിച്ചു പറയുന്നു. ഇതേസമയം ശ്രീകുമാറും അനന്യയും പ്രതീഷും താരം വരുമോ എന്ന ആശങ്ക പരസ്പരം പങ്കുവയ്ക്കുന്നു. ഇത് കേട്ട് സുമിത്രയും അവരോട് താരം ചേരാതിരിക്കുമോ എന്ന തൻ്റെ ആശങ്കയും
പങ്കുവയ്ക്കുന്നു. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.